ഇതാണ് എല്ലാവർക്കും സുപരിചിതമായ വിങ്കാറോസ്, അതായത് ശവന്നാറിപ്പൂവ്. ഇപ്പോൾ ഈ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിങ്കാറോസ് ആണ് കേട്ടോ. വിങ്കാറോസ് മാത്രമല്ല, അരളിയും ബൊഗൈൻവില്ലയും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. പണ്ടെപ്പോഴും നമ്മുടെ താമസ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നെങ്കിലും അന്നൊന്നും തോന്നാത്തൊരിഷ്ടം ഈ അടുത്തായിട്ട് ഈ വിങ്കാറോസിനോട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ മുന്നിലുള്ള പമ്പിൽ ഇതെന്നും വിരിയുന്നത് കണ്ട് 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 വന്നൊരിഷ്ടമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം, ഈ തമിഴ്നാട്ടിലുള്ളവർ ഞാൻ വിചാരിച്ച പോലെയേ ആയിരുന്നില്ല കേട്ടോ. അവരോട് ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെ എനിക്ക് തന്നൂട്ടാ. മലയാളീസിനോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടാ. ഇതിന്റെ ഓണർ മാത്രമായിരുന്നില്ല, വഴിയെ പോകുന്നവർ വരെ നമുക്കിത് പറിച്ചു തരുന്നുണ്ടായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് 2 ദിവസമായപ്പോൾ തന്നെ ഇതിന്റെ ഇലകളെല്ലാം മഞ്ഞ കളറായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് പോക്കാണെന്ന്. അന്നാ അങ്ങനല്ലടാ, ഇത് ഒരു സൈഡിൽ നിന്ന് പോവാണെങ്കിലും മറു സൈഡിൽ നിന്ന് ഇതേപോലെ ഇളപ്പുകൾ വരുന്നുണ്ടായിരുന്നേ. ഇത് ആദ്യം നിന്നിരുന്നത് മണലിലായിരുന്നു. അപ്പൊ നമ്മുടെ മണ്ണിൽ വെച്ചാൽ പിടിച്ചു കിട്ടുമോ എന്നൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് എങ്ങനെയും സർവൈവ് ചെയ്യുന്നുണ്ടോ. ആരുടെയും ഒരു കെയറും കിട്ടാതെ ആ പൊരി വെയിലത്ത് നിന്ന് വളർന്നതായതുകൊണ്ടാണോ എന്നറിയില്ല, ഇതിന്റെ പൂക്കളുടെ വലിപ്പം വളരെ ചെറുതാണ്. പ്രത്യേകിച്ച് വളമൊന്നും ഞാൻ കൊടുക്കാറില്ലെങ്കിലും എന്റെ സ്നേഹവും വെള്ളവും ധാരാളം കൊടുക്കുന്നത് കൊണ്ട് ഇനി വലിയ പൂക്കളൊക്കെ ഉണ്ടായേക്കാം. എന്നാലും ഈ സുന്ദരി പൂവിന് ആരാണാവോ ശവനാറിപ്പൂവെന്ന് പേര് വെച്ചത്. ഈ വിങ്കാറോസിന് ഞാൻ ഇങ്ങനെ വർണ്ണിക്കുന്നത് കേട്ടിട്ട് ശവനാറിപ്പൂവെന്ന പേര് വെച്ച് നാത്തൂൻ എന്നെ കളിയാക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഈ പൂവിനെ ഇഷ്ടമാണ്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു